നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയും ലൂയി സുവാരസും ഒക്കെ ഒരുമിച്ച് കളിച്ച മത്സരം, ഇന്റർ മയാമി സീസണിലെ ആദ്യ മത്സരം വിജയിച്ച് കയറിയിരിക്കുന്നു. മെസ്സിയും സുവാരസും ഒരുമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കോമ്പറ്റിറ്റീവ് മത്സരമാണ്, ഒഫീഷ്യൽ മത്സരമാണ്. അത് തന്നെ വിജയിച്ച് കയറാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ആരാധകരെ സന്തുഷ്ടരായിരിക്കും. മെസ്സിക്കും സുവാരസിനും ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ടുപേരും ഓരോ അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഇനി പറയുക, ഇന്നത്തെ ഇന്റർ മയാമിയുടെ കളി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നി? മയാമിക്ക് ഈ സീസണിൽ കിരീടമാണ് അവരുടെ ലക്ഷ്യം എന്ന് ഓൾറെഡി കോച്ച് പറഞ്ഞിട്ടുണ്ട്. സുവാരസും അത് കളിക്ക് ശേഷം പറയുകയുണ്ടായി. അതിന് കഴിയുമോ? ഈ കളിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മയാമി കളിച്ചത് മികച്ച പ്രകടനമാണ്. പൊതുവെ ആരാധകരുടെ ഒരു അഭിപ്രായം, മയാമി ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തുലച്ച് കളയുന്ന രൂപത്തിലാണ് കളിച്ചത്. മെസ്സി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. മെസ്സി മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ടീമിന്റെ കളി പോരാ എന്നൊക്കെയാണ് പൊതുവെയുള്ള ആരാധകരുടെ വിലയിരുത്തൽ. ഇനി നമ്മളൊന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. നമുക്ക് രണ്ട് പകുതിയായിട്ട് എടുക്കാം. ആദ്യ പകുതി തീർച്ചയായിട്ടും മെസ്സി വളരെ ഫിറ്റാണ് എന്നുള്ളത് വ്യക്തമാണ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഈ പ്രീ സീസണിലൊക്കെ അത് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ അദ്ദേഹം ഫിറ്റാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ല രൂപത്തിൽ ബോൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയും കണ്ടു. ഗ്രസല് മികച്ച രൂപത്തിലാണ് മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ബുസ്കറ്റ്സിനൊപ്പം. ആദ്യ പകുതിയിലെ കാര്യമാണ് ഈ പറയുന്നത്. രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും, നമുക്ക് പറയാം. ആദ്യ പകുതിയിൽ ഗ്രസൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ബുസ്കറ്റ്സിനൊപ്പം. ഡ്രേക്ക് അലൻഡർ അവരുടെ ഗോൾ കീപ്പറുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഒരല്പം ഷെയ്ക്കി ആയിരുന്നു. ഗോൾ വഴങ്ങിയില്ല എന്ന് മാത്രം, ഷെയ്ക്കി ആയിരുന്നു. ബട്ട് വലിയ ടെസ്റ്റ് ഒന്നും വന്നിട്ടില്ല. റിയൽ സാൾട്ട് ലേക്കിന്റെ ഭാഗത്ത് വലിയ ടെസ്റ്റ് ഒന്നും അദ്ദേഹത്തിന് നേരെ വന്നിട്ടില്ല. സുവാരസ് നല്ല രൂപത്തിലേക്ക് ടീമിനോടൊപ്പം ജെല്ല് ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ച കാണുന്നു. അത് ടീമിനെ നല്ല രൂപത്തിൽ കളിക്കാൻ സഹായിക്കും. വരുന്ന ഗെയിമുകളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ശുഭ സൂചന ആദ്യ പകുതിയിൽ കണ്ടു. ഇന്റർ മയാമി തീർച്ചയായിട്ടും ആദ്യത്തെ 45 മിനിറ്റ്സിലെ കളി നോക്കുമ്പോൾ എബോവ് ആവറേജ് തന്നെയായിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിൽ എന്താ സംഭവിച്ചത്? രണ്ടാം പകുതിയിൽ ഇപ്പൊ ഗ്രസലിന്റെ കാര്യം മാത്രം എടുത്താൽ മതി, കൃത്യമായ എക്സാമ്പിൾ ആണ്. അദ്ദേഹം വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയത്. തീർച്ചയായിട്ടും ഇപ്പം റെഡൻഡോ ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രസൽ ബെഞ്ചിഡാവും, ഗ്രസലിനെ മാറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിയേഗോ ഗോമസ് എന്തായാലും മികച്ച രൂപത്തിലുള്ള ഒരു ഗോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൽ എന്തായാലും പ്രതീക്ഷ വെക്കാം എന്ന് പറയേണ്ടി വരും. ക്രിസ്റ്റോവ് തീർച്ചയായിട്ടും വളരെ സോളിഡ് ആയിരുന്നു. അതേസമയം അവിലസ് സ്ലോപ്പി ആയിരുന്നു. അത് ശ്രദ്ധിക്കണം. അവരുടെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. ക്രിസ്റ്റോവ് സോളിഡ് ആയിരുന്നെങ്കിൽ അവിലസ് സ്ലോപ്പി ആയിരുന്നു. ഡ്രേക്ക് അലൻഡർ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. മെസ്സി തന്നെ, അതാണ് പറയാനുള്ളത്. മെസ്സിയായി തന്നെ കളിച്ചു. മെസ്സി മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി കോച്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ തീരുമാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. കാരണം 10-75 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ താരങ്ങൾ പലരും ക്ഷീണിതരാണ്. എന്നിട്ടും സബ് ചെയ്യാൻ അദ്ദേഹം മടിക്കുന്ന പോലെ തോന്നി. അത് കുറച്ചുകൂടി നല്ല ടീമുകൾക്കെതിരെ കളിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു കളി ആകെ മൊത്തം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.